പ്രഭാതങ്ങൾ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമാക്കാനായി ഹെൽത്തി മോർണിംഗ്സ് എന്ന ആശയത്തിൽ ദുബായിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. കെപിസിസി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എംഎൽഎയുമായ വി.ടി. ബൽറാമിന്റെ ഹെൽത്തി മോർണിംഗ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് നടത്തം സംഘടിപ്പിച്ചത്. തൃത്താല സ്വദേശികളായ പ്രവാസികളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. പ്രവാസികൾ നടന്നും വ്യായാമം ചെയ്തും ഈ ദിവസത്തെ ഹെൽത്തി സൺഡേ ആക്കി മാറ്റി. ദുബായ് ഖുറാനിക് പാർക്കിൽ നിന്നും ജയ്ഹിന്ദ് ടിവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഹെൽത്തി മോർണിംഗ് എന്ന വലിയ ആശയവുമായി കടൽ കടന്ന് നടക്കുകയാണ് തൃത്താലയുടെ മുൻ എംഎൽഎ കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പുതിയ ആശയം? നേരത്തെ കേരളത്തിൽ പല സ്ഥലത്ത് നടന്നത് മനസ്സിലാക്കുന്നു, ഇപ്പോൾ കടൽ കടന്ന് ദുബായിൽ നടക്കുകയാണ്. എന്താണ് പ്രത്യേകത? ഇല്ല, അതൊരു ശീലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നാട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങളൊരു നല്ല ടീമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ തൃത്താലയിൽ. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രദേശത്താണ് ഒരു 6-7 കിലോമീറ്റർ, ചില ദിവസം 8 കിലോമീറ്റർ 10 കിലോമീറ്റർ വരെ നടന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അതൊരു നല്ല ശീലവും നല്ലൊരു കൂട്ടായ്മയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ദിവസം നടക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ നടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പൊതുവെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിൻ്റെ ആവേശം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു യാത്ര, സഹോദരത്തിൻ്റെ യാത്ര ഒരേ നാട്ടുകാർ ചേർന്ന് നടക്കുന്നു. രാഷ്ട്രീയം ചോദിക്കുന്നത് ശരി, എന്നാലും ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. അതായത് മദ്യക്കുപ്പികളാണ് വലുത്, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ കുടിവെള്ളത്തൊക്കെ വലുത് മദ്യക്കുപ്പികളെന്ന് പറയുന്ന, മദ്യക്കമ്പികൾ വലുതെന്ന് പറയുന്ന ഒരു മന്ത്രിയുള്ള ഒരു എംഎൽഎ ഉള്ള സ്ഥലമാണ് തൃത്താല. സാംസ്കാരിക കേരളത്തിൻ്റെ അപമാനമല്ല ഇത്തരം പ്രയോഗങ്ങളൊക്കെ. ശരിയായ കീഴ്വഴക്കമാണോ ബൽറാം? അല്ല, UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്, അധികാരം ഒഴിയുന്ന സമയത്ത് 2016 ഏതാണ്ട് 28-29 ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1000-ന് മുകളിലാണ്. ഈ 10 വർഷത്തെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ഭരണ നേട്ടം ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അതിനൊരു കാരണമായിട്ടൊരു പറഞ്ഞത്, ഈ മദ്യഷോപ്പുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് ബാറുകളൊക്കെ കൊടുത്തില്ല എങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെ മയക്കുമരുന്നിലേക്ക് പോകും, സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോകുന്നതാണ്. പക്ഷേ 10 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് സിന്തറ്റിക് ഡ്രഗ്സും വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അവിടെയും വേണ്ട രീതിയിൽ എൻഫോഴ്സ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അതോടൊപ്പം ബാർ മുതലാളിമാരിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടായിരിക്കും എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും അത് തൃത്താല വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വികസന കാര്യങ്ങളും എന്തൊക്കെ വന്നു എന്തൊക്കെ വന്നില്ല എന്നുള്ളതും ചർച്ചയാവുമല്ലോ. അപ്പോൾ എല്ലാ മേഖലകളിലും ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഒരു നയം ഗവൺമെൻറ് ബോധപൂർവം സ്വീകരിക്കുകയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് കേരളത്തിൽ മുഴുവൻ ചർച്ചയാവും. ഈ വന്ന ആളുകളൊക്കെ മുഴുവൻ തന്നെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്നു മുതൽ ദൈനംദിന ജീവിതത്തിൽ നിത്യം 1 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി ചെലവഴിക്കാമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുക. ഹൈദർ, ഇതിൻ്റെ പുറകിലുള്ള മറ്റൊരു ശക്തി കൂടിയാണ്. എത്ര കിലോമീറ്റർ, എത്ര മൈൽസ് എന്നങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇവിടുത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഒരു 5 കിലോമീറ്ററെങ്കിലും നടക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ പൊതുയുഗ യാത്ര നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു സ്നേഹത്തിൻ്റെ യാത്ര ഒരുക്കുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു? പൊതുവെ ഇത് തൃത്താല മണ്ഡലത്തിൽ ഒരു ജനകീയമായ യാത്രയാണ്. വി.ടി. ബൽറാം ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ദുബായിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന വി.ടി. ബൽറാമിൻ്റെ യാത്ര ഒരുപക്ഷെ മൈൽസുകൾ പിന്നിട്ട് സ്മൈൽസുകളെ ചേർത്ത് പിടിക്കുന്ന യാത്രയെ മാറിയിരിക്കുകയാണ്. ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.